അപ്പൊ ഇന്ന് എനിക്ക് ഇപ്പം ദച്ചുവിന് എനിക്ക് വിശക്കണുണ്ട്. അമ്മ ഇന്ന് എന്തോന്നാണ് ഉണ്ടാക്കുന്നതാ? ഇന്നൊരു നാടൻ ഐറ്റമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പഴംപൊരിയാണോ? അതെ. അപ്പൊ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. എന്തൊക്കെ വേണം? നമ്മൾ ഇന്ന് അടുപ്പിലാണ് പഴംപൊരി ഉണ്ടാക്കണം. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിന് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ് വേണം, എണ്ണ വേണം, എള്ള് വേണം, പഞ്ചസാര വേണം, മൈദ വേണം, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള പഴം വേണം. പഴംപൊരിയല്ല, പഴം അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിപ്പോ പഴംപൊടി തിന്നണമെങ്കിൽ ഉണ്ടല്ല വാഴ വെച്ച് പിടിപ്പിക്കണം. അത്രയ്ക്ക് റോക്കറ്റ് പോകും പോലെയാണ് ഇപ്പം പഴത്തിന്റെ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് തന്നെ ആ പഴക്കടയിലുണ്ടല്ലോ കഴിഞ്ഞു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ കുഞ്ഞ് പഴം. അവിടെ ആന്റി പറയണ പഴം വരണില്ല, ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് പഴം വരണില്ല. എന്താ നമ്മുടെ അച്ചാമ്മയാണ് കേട്ടോ അരിഞ്ഞു തന്നത് പഴമേ. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി വരുന്നുണ്ട്. ഭയങ്കര പുക, അയ്യോ. അപ്പൊ നമുക്ക് ചട്ടി ചൂടായി വരുന്നുണ്ട്. പുക അയ്യോ. അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം. അയ്യോ ഭയങ്കര എണ്ണ ഒഴിക്കാവേ. ഇത്ര എണ്ണ വേണം എങ്കിലല്ലേ അത് നന്നായിട്ട് മുങ്ങി പൊഴിയുള്ളൂ. എണ്ണയിൽ ചാടി കുളിച്ചു വരണം. തീ നന്നായിട്ട് കത്തി കേട്ടോ. അപ്പൊ പുക പോയി. ആ സമയം കൊണ്ട് നമ്മുടെ മാവ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടെ എള്ളും കൂടെ ഇട്ട് കൊടുക്കാമേ. മാവ് റെഡിയാക്കി എള്ള് ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊരു നമ്മൾ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് വിഷു ചോദിച്ചു, അമ്മ ഇതെല്ലാവരും ഉണ്ടാക്കണല്ലേ പഴംപൊരി. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താ വെച്ചാല് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അച്ഛാ മുളക് പൊടി ഇടും അങ്ങനെ ഇല്ല. പക്ഷേ ഞാനാണെങ്കിൽ പണ്ട് നേരത്തെ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴേ അവിടെ ഒരു പഴംപൊരി കൊണ്ടുവരിക സാറ്. അത് വന്നിട്ട് അത് എരി ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ നമ്മുടെ പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പഴംപൊരി എണ്ണയിലോട്ട് ഇടാം. ഇത് പഴംപൊരിയാണ് അത് വേറെ ഒന്നും പരിപാടിയാണ്. അപ്പോൾ നമുക്ക് പഴംപൊരി എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ചൂടായി വരണ അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ട് ഇല്ല കേട്ടോ. നല്ലപോലെ അടി മൂക്കട്ടെ. അപ്പൊ നമുക്ക് തിരിച്ചിടാം. ഭയങ്കര പാട്ടാണ്. ശരിയാക്കി തരാം. അപ്പൊ നമ്മുടെ പഴംപൊരി കോരാറായിട്ടുണ്ട് കേട്ടോ. അത് മൂത്തിട്ടുണ്ട്. വിഷു ആ പ്ലേറ്റിംഗ് എടുക്കുവാനെ. ചൂടാണ്, കാലി തട്ടരുത്. ആഹാ അടിപൊളി വെറൈറ്റി പഴംപൊരി. ഇതിന് നമുക്ക് കോയിൻ പഴംപൊരി എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ? നീ എന്തായാലും വിളിച്ചോ. ആണോ? ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമോ? മുളക് പൊടി എല്ലാം ഇട്ട്. നമ്മൾ സാധാരണ പഴംപൊരി കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിൻ്റെ ഈ തോട് കഴിക്കും. പഴം ഇഷ്ടമല്ല. പക്ഷെ ദച്ചു ആണെന്നുണ്ടെങ്കിൽ ഈ തോട് കഴിക്കത്തില്ല, ഇതിൻ്റെ അകത്തുള്ള പഴം കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ എങ്ങനെയും കഴിക്കും കേട്ടോ പഴം. അപ്പം വിച്ചു ദച്ചു അവിടെ വെക്ക്. ദച്ചു പഴംപൊരി കഴിക്കാൻ ചൂടാണോ? ഞാനിവിടെ ബാക്കി പഴംപൊരി ഉണ്ടാക്കുകയാണ്. ദച്ചു വിച്ചു അവിടെ ഇരുന്ന് കഴിക്കുകയാണ്.
ചൂടാണ് ദച്ചു, നല്ല ചൂടാണ്. അപ്പൊ എങ്ങനെയുണ്ട് വിഷയം പഴംപൊരി? അച്ചാമ്മയ്ക്ക് കൂടെ കൊടു, അച്ചാമ്മയ്ക്ക് കൊടു. അതല്ല, വേറെ എടുത്ത് കൊടുക്ക്, അച്ചാമ്മയ്ക്ക് വേറെ എടുത്ത് കൊടുത്തേ. നീരജ് കഴിച്ചു നോക്ക് അച്ചാമ്മ. അങ്ങനെയുണ്ട്, കൊള്ളാമോ? എരിയുണ്ടോ? എനിക്കിത് ഇഷ്ടപ്പെട്ട. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ബൈ.